പാണക്കാട് സുൽത്താനേറ്റല്ലേ ഇപ്പോഴും മലപ്പുറം ജില്ലയെ ഭരിക്കുന്നത്, ഈ മുസ്ലിം രാഷ്ട്രീയത്തെ ഭരിക്കുന്നത്, മുസ്ലിം സമുദായത്തെ ഭരിക്കുന്നത്. അപ്പൊ അത് പ്രത്യേക രീതിയിലുള്ള സംവിധാനത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അതെന്താണ് തെറ്റ്? ഇപ്പോഴും നോക്കൂ, ജനാധിപത്യത്തിൽ ഒരു MLA യോ MP യോ ആരാകണമെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ MLA യോ MP യോ ഒന്നുമല്ലാത്ത പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ പോയി ഇരുന്നാൽ മാത്രമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്നാണ് അവസാനത്തെ വാക്ക്. അതൊരു ജനാധിപത്യ സമൂഹത്തിനകത്ത് ഇങ്ങനെ ഐക്യത്തെയാണ് കാണിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് എന്താണ് കാര്യം? നിങ്ങൾ പുറത്തല്ലേ നിൽക്കുന്നത്? സെയ്ദ് ഫാമിലി യമനിൽ നിന്ന് വന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഈ മലബാർ ഒരുക്കി കൊടുത്തു. വളരെ സൗഹാർദ്ദപരമായിട്ട് അവർക്ക് ആവശ്യം എല്ലാം മുസ്ലിം മത പരിവർത്തനത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത സാമൂതിരി അവിടെ വന്നുകൊണ്ട് ഒരു മതമേലധ്യക്ഷൻ ജനാധിപത്യത്തിന്റെ മേൽ ഇവിടെ വന്നിരുന്നത് കൊടപ്പനക്കൽ തറവാട് ഇവിടുത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമാണ്, ഇവിടെ ഒരു പ്രത്യേക രീതിയാണ് ഉള്ളത് എന്ന് പറയുന്നതിൽ എന്താണ്? നിങ്ങൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടട്ടെ, നിങ്ങളെ തെരഞ്ഞെടുക്കുന്നില്ലല്ലോ, എന്താ ചെയ്യാ? അങ്ങനെയാണോ? അതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. കിട്ടിയില്ല. എവിടെ പോയിട്ടാണ് ഈ പ്രസംഗം? ആരോടാണ് ഈ പ്രസംഗം? നേരത്തെ തള്ളിക്കളഞ്ഞതാണ് ഈ നിലപാടുകൾ. അവിടെ ഈഴവ സമുദായം തള്ളിക്കളഞ്ഞ നിലപാടുകളാണ്. അവിടെ പോയിട്ട് ഇത് പറഞ്ഞാൽ ആളുകളെ കിട്ടുമെന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്ന് വരുന്നതാണ് പ്രസംഗം.